പാരമ്പര്യമുള്ളവരെ, ഒരാഴ്ചയായി കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സജന ഫിറോസും റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അഥവാ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ടാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത്തരം ഇക്കിളിക്കഥകൾ വിറ്റുജീവിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് സജന ഫിറോസും റസൂൽ പൂക്കുട്ടിയും ഒക്കെ ഉൾപ്പെടുന്ന വിവാദങ്ങൾ. അത് മിക്കപ്പോഴും കൂടുതൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. മിക്കപ്പോഴും അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സഭ്യതയുടെ പരിധി വരെയും വിട്ട രീതിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മിക്കപ്പോഴും ആ കണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ ഇല്ലാത്ത അശ്ലീല പദങ്ങളൊക്കെ നാവിൽ തിരികെയാണ് അത്തരം കാര്യങ്ങൾ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് എന്നത് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് തൊപ്പി ഇതുപോലെ മറ്റൊരു യൂട്യൂബർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായിട്ട് ചില മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അത്തരം മാധ്യമങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റം, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, ഒപ്പം നേരത്തെ വീഡിയോ ചെയ്ത ആളുകൾ അദ്ദേഹവുമായി പിരിഞ്ഞു പോയി. അതിനുശേഷം അവർ പരസ്പരം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. തൊപ്പി പോക്സോ കേസിൽ പ്രതിയാകാൻ തക്കവണ്ണം ചെറിയ കുട്ടികളെ ഒക്കെ സെക്സ്വലായി യൂസ് ചെയ്ത ആളാണെന്ന് പറയുന്നു. ഒപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നു. തിരിച്ച് തൊപ്പിയും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തൊപ്പി തന്നോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളുടെ, തന്നോട് നിന്ന് പിണങ്ങി പോയ ആളുകളുടെ ഒക്കെ നഗ്ന ഫോട്ടോ തൻ്റെ ദൃശ്യമാധ്യമ അക്കൗണ്ടുകളിൽ പ്രദർശിപ്പിച്ചതായും ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഈ തൊപ്പിയുടെ ഏകദേശം 10 ലക്ഷത്തോളം ഫോളോവർമാരിൽ 80% ഫോളോവേഴ്സും 15 വയസ്സിൽ താഴെയാണ് എന്ന മാധ്യമ റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഈ സമൂഹത്തിൽ ഇത്തരണത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ മോശമായ അവസ്ഥയിൽ എത്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണിത്. കാരണം മിക്കപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധിക്കാറില്ല. അവരെന്തൊക്കെയാണ് കാണുന്നതെന്ന് നമ്മൾ അറിയാറില്ല. നേരത്തെ ഇത്തരം ഈ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയ ചില യൂട്യൂബർമാരെ പോലീസ് പിടിക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് ഇത്തരം കൗമാരം കടന്നിട്ടില്ലാത്ത 15, 16, 17 വയസ്സ് പ്രായമുള്ള കുട്ടികളാണെന്നറിയുമ്പോഴാണ് നമ്മൾക്ക് ഈ കുട്ടികളുടെ മേൽ ഇത്തരം യൂട്യൂബർമാർക്കും അതുപോലെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാകുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, വീട്ടിൽ വൈഫൈ ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റയുണ്ട്. ഇത്തരം യൂട്യൂബർമാരുടെ വീഡിയോകൾ അവരൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അവർ വല്ലാതെ ഇത്തരം യൂട്യൂബർമാരുടെ വീഡിയോകൾ അവരെ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിര് കടന്ന രീതിയിൽ സഭ്യതയൊക്കെ ലംഘിച്ച് വീഡിയോ ഇടുന്ന ആളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് UAE ഇത് സംബന്ധിച്ച് ഒരു നിയമം പാസ്സായിട്ടുള്ളത്. അവിടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ അക്കൗണ്ടുകൾ പാടില്ല എന്ന ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു സ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ളൊരു നിയമം ആണ് എന്ന് നമുക്കത് വ്യക്തമാണ്. കാരണം അത്രത്തോളമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. മിക്കപ്പോഴും ഈ സജന ഫിറോസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ദിയാസനയുടെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിലും അവർ മിക്കപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. മിക്കപ്പോഴും ചില യൂട്യൂബർമാരൊക്കെ ഒരു സെക്സ് അതൊരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, അത് വലിയ സംഭവമല്ല എന്ന രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. ഓപ്പൺ സെക്സിൻ്റെയും ഒപ്പം ഈ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗങ്ങൾ വിവിധ രീതിയിൽ ചില യൂട്യൂബർമാർക്ക് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ 14, 15 വയസ്സായ കുട്ടികൾക്ക് ഇതൊന്നും വലിയ തെറ്റല്ല, ഇതൊക്കെ അവർ ചെയ്യുന്നില്ലേ പിന്നെ നമ്മളും ചെയ്താൽ എന്താണ് എന്ന ഒരു തോന്നലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന രീതിയിൽ ഈ ഓപ്പൺ സെക്സും ഒക്കെ അവർ ന്യായീകരിക്കുവാൻ സാധ്യതയുണ്ട്. മിക്കപ്പോഴും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആളുകളാണ്. ഇതൊക്കെ തെറ്റല്ല എന്നൊരു ധാരണ അവരിലേക്ക് പകരുന്നത് അത് അപകടകരമാണ്. അത് ഈ മയക്കുമരുന്നിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഓപ്പൺ സെക്സിൻ്റെ കാര്യമായാലും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. അതുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെ വ്യക്തമായി സർക്കാർ നിയന്ത്രിക്കേണ്ടതുണ്ട്, നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സലീം കുമാറിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വിഷമുണ്ടാക്കിയപ്പോൾ പുതിയ നിയമം വന്നിരുന്നു. യൂട്യൂബർമാർക്കെതിരെയൊക്കെ ആയിട്ട് അത്തരം കുടുംബങ്ങളുടെ സ്വകാര്യത മാനിക്കാതെ കടന്നു കയറുന്ന യൂട്യൂബർമാർക്കെതിരെയൊക്കെ നിയമ നടപടി ഉണ്ടാകുമെന്ന പേരിൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു.
അതുപോലെ ഈ സോഷ്യൽ മീഡിയ നിയമങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവും അഭ്യർത്ഥനയും. പ്രത്യേകിച്ചും ഗവൺമെൻറ് കൊണ്ടുവന്ന ആ നടപടി വളരെ ഉചിതമാണ്. കാരണം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർ പക്വമായി ചിന്തിക്കുവാൻ കഴിയാത്ത ആളുകളാണ്. മിക്കപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ പേജുകൾ കാണുന്ന കുട്ടികൾക്കിടയിലേക്ക് ഈ സഭ്യമല്ലാത്ത വീഡിയോകൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. അവർ ചിലപ്പോൾ അത് അറിയാതെ ക്ലിക്ക് ചെയ്യാറുണ്ട്. പിന്നെ അത് അഡിക്റ്റ് ആകാറുണ്ട്. അവർ അങ്ങനെയുള്ള അരാജകത്തിലേക്ക് വഴുതി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ ശക്തമായി നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒപ്പം ഇത്തരം വീഡിയോകൾ ഇടുന്ന കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ഒരു സഭ്യതയുടെ എല്ലാ വരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ ആരോപിത അല്ലെങ്കിൽ ആയ ഒരാൾ സ്വയം ന്യായീകരിക്കുവാൻ വേണ്ടി പറയുന്നത് താൻ ആരിൽ നിന്നാണോ ഗർഭവതിയായത് ആ ആള് തനിക്ക് പിതാവിനെ പോലെയാണോ സഹോദരനെ പോലെയാണോ ഒന്നൊന്നും വിവരിക്കാൻ വഴിയില്ല, എല്ലാത്തിനും അപ്പുറമാണ് അയാൾ. അത് കാരണം അയാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദൃഢത സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിതാവിനെ പോലെയാണോ സഹോദരനെ പോലെയാണോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ പിതാവും സഹോദരനും എന്നൊക്കെ പറയുന്നത് വല്ലാതെ മൂല്യമുള്ള ബന്ധങ്ങളാണ്. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളുടെ ഒക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരാൾക്ക് പിതാവിനെ പോലുള്ള ഒരാളുമായിട്ട് അല്ലെങ്കിൽ സഹോദരന തുല്യനായ ഒരാളുമായിട്ട് സെക്സ്വൽ റിലേഷൻ ഉണ്ടായി, അതിലൊരു കുട്ടി ഉണ്ടായി, അതിനെ അബോർട്ട് ചെയ്തു എന്നൊക്കെ ന്യായീകരിക്കാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ആരോപിതം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ വീഡിയോ കാണുന്ന വ്യക്തമായി ആ പേരെടുത്ത് സൂചിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ മൂല്യം കൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന റിലേഷൻസുകളിൽ പോലും അവർ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒന്നും ന്യായീകരിക്കുവാൻ പറ്റുന്നതല്ല, അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയും വൈറലായാൽ മതി എന്ന ഒരു ധാരണയിൽ ഒരു കൂട്ടം ആളുകൾ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന ഇടം, വീഡിയോ വൈറലായാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമല്ല പ്രശസ്തി, അതൊക്കെ മോഹിച്ചുകൊണ്ട് എന്തും ചെയ്യാനും എന്തും പറയുവാനും ആഗ്രഹിച്ച് അല്ലെങ്കിൽ മോഹിച്ചു വരുന്ന ഒരു തലമുറയുണ്ട്. ആ സമൂഹവും നമുക്ക് അപകടകരമായൊരു സന്ദേശം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലെ ഇടപെടലുകൾ അത് സുതാര്യവും വ്യക്തവുമായ രീതിയിൽ നിയമനിർമ്മാണം വഴി സർക്കാർ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, സബ്സ്ക്രിപ്ഷനിലൂടെ ഈ ആളുകളെ കൂട്ടി രാത്രികാലങ്ങളിൽ ശരീരപ്രദർശനം നടത്തുന്ന രീതിയിലുള്ള ചില അമ്മായിമാരുണ്ട്. അവരുടെ മേലുമൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ വല്ലാതെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അവരെന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല. മിക്കപ്പോഴും നമ്മുടെ നാട് എന്ന് പറയുന്നത് വല്ലാതെ ഗൾഫ് അധിനിവേശമുള്ള നാടാണ്. കാരണം നമ്മുടെ നാട്ടിലെ കൂടുതൽ ആളുകളും പുറത്താണ്, വിദേശത്താണ്. പ്രത്യേകിച്ചും പിതാക്കന്മാർക്ക് കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയില്ല. മാതാവ് അവർക്ക് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും. മിക്കപ്പോഴും ആൺകുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ മാതാക്കന്മാരെയൊക്കെ വിരട്ടി നിർത്തുന്ന ഏർപ്പാടുകളുണ്ട്. അവരിത്തരം തെറ്റുവാക്കിലേക്ക് വഴുതി വീഴുവാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ. അതുകൊണ്ട് തന്നെ വ്യക്തമായ നിയമനിർമ്മാണം വഴി നമ്മുടെ സോഷ്യൽ മീഡിയ രംഗം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.